നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഡോക്ടർ എം.കെ. മുനീറിൻ്റെ നിലവിലുള്ള ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുനീർ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പ്രവേശിക്കപ്പെട്ടത് രക്തത്തിലെ പൊട്ടാസ്യം നില അപകടകരമായി താഴ്ന്നതിൻ്റെ ഫലമായാണ് ഹൃദയാഘാതം സംഭവിച്ചതിനു ശേഷമാണ്. ഇപ്പോൾ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്ന് കേരള വാർത്താ ഉറവിടങ്ങൾ പറയുന്നു. നിലവിലെ അവസ്ഥ ഗുരുതരമാണെങ്കിലും സ്ഥൈര്യപരിചരണം എന്ന നിലയിൽ മാറിയതായി റിപ്പോർട്ടുകളുണ്ട്. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി ബുള്ളറ്റിൻ അറിയിച്ചു. ആശുപത്രി അധികൃതർ പ്രത്യേക മെഡിക്കൽ സംഘം അദ്ദേഹത്തെ നിരീക്ഷണത്തിലാണ്. ഹൈപ്പോകാലിമിയ, രക്തത്തിലെ പൊട്ടാസ്യം നില അപകടകരമായി കുറഞ്ഞത്. ഇതുമൂലം കാർഡിയാക് അറസ്റ്റിന് കാരണമായി. തുടർന്നാണ് ആശുപത്രിയിൽ അടിയന്തരമായി പ്രവേശിപ്പിച്ചത്. ഐസിയുവിൽ നിരീക്ഷണം. അദ്ദേഹം ഇപ്പോഴും കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. പൊട്ടാസ്യം സപ്ലിമെന്റേഷൻ, പൊട്ടാസ്യം നില സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. ഹൃദയത്തിന് പിന്തുണ. കാർഡിയാക് അറസ്റ്റിന് ശേഷം ഹൃദയപ്രവർത്തനം നിയന്ത്രിക്കാനും സ്ഥിരപ്പെടുത്താനും പ്രത്യേക മരുന്നുകളും ഉപകരണങ്ങളും. ബഹുശാഖ മെഡിക്കൽ ടീം കാർഡിയോളജി, നെഫ്രോളജി, ജനറൽ മെഡിസിൻ വിഭാഗങ്ങൾ ചേർന്ന് ചികിത്സ നടത്തുന്നു. പ്രതിദിനം മെഡിക്കൽ ബുള്ളറ്റിൻ ആരോഗ്യനിലയിൽ ഉണ്ടായ പുരോഗതി പൊതുവേദിയിൽ പുറത്തുവിടുന്നുണ്ട്. അവസ്ഥ ഗുരുതരമായിരുന്നെങ്കിലും ഇപ്പോൾ സ്ഥിരതയിലേക്ക് മാറിയിട്ടുണ്ട്. ശ്വാസകോശവും ഹൃദയവും നിരീക്ഷണത്തിലാണ്. മെച്ചപ്പെടുന്ന ലക്ഷണങ്ങളുമുണ്ട്.